Good morning, my dear students. Welcome back to SS class. Today we are going to explain industrial society and social change. In this topic, we will discuss about what are the social and economic changes had seen after the French Revolution. The political trends were signs of a new time. It was a time of profound social and economic changes. In the previous class, we discussed about three important groups and different ideas of structure of society in Europe. At that time, there was a social and economic changes exist in Europe. It was a time when new cities came up and new industrial regions developed. Railways expanded and industrial revolution occurred. ആ സമയത്ത് new cities came up. പുതിയ cities, നഗരങ്ങൾ ഉടലെടുത്തു. New industrialized regions, പുതിയ industrialized regions, ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീജിയൻസ് ഉണ്ടായി. റെയിൽവേസ് എക്സ്പാൻഡഡ്, റെയിൽവേ എക്സ്പാൻഡ് ചെയ്തു. ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കേർഡ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മീൻസ് വ്യാവസായിക വിപ്ലവം ഉണ്ടായി. These are the economic changes that happened at that time. What are the economic changes happened in that time? New cities came up, new industrial regions developed, railways expanded, and the industrial revolution occurred. Industrialization brought men, women, and children to factories. Work hours were often low and wages were poor. What is industrialization? Industrialization means it is a process in which man-made resources transformed into machine-made goods. It is a process in which man-made goods transformed into machine-made goods. Man-made goods, മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള, കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ അതിനെ ചേഞ്ചസ് വരുത്തി മെഷീൻ മെയ്ഡ് ഗുഡ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രി. At that time, industrialization occurred. Industrialization brought men, women, and children to factories. Industrialization വന്നതോടുകൂടി സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ തന്നെ പുരുഷന്മാർ ഇവരെല്ലാം ഫാക്ടറിയിൽ പണി ചെയ്യാനായിട്ട് വരാൻ തുടങ്ങി. Work hours were often long and wages were poor. Work hours കൂട്ടിയിരുന്നു, എന്നാൽ വേജസ്, വേതനം അഥവാ കൂലി വളരെയധികം കുറവായിരുന്നു. Unemployment was common, particularly during times of low demand for industrial goods. Unemployment, തൊഴിലില്ലായ്മ അക്കാലഘട്ടത്തിൽ സാധാരണമായിരുന്നു. Unemployment was common, particularly during times of low demand for industrial goods.
ഇൻഡസ്ട്രിയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഡിമാൻഡ് വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ. Housing and sanitation were problems were since towns were growing rapidly. ആ സമയത്ത് ടൗൺസ്, പുതിയ പുതിയ ടൗണുകൾ ഉണ്ടാകാൻ തുടങ്ങി. പീപ്പിൾ മൂവ് ഫ്രം വില്ലേജ് ഏരിയാസ് ടു അർബൻ ഏരിയാസ്. ആളുകൾ വില്ലേജ് ഏരിയയിൽ നിന്ന് അർബൻ ഏരിയസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഫോർ സെർച്ചിങ് ജോബ്, ജോലിക്ക് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ സിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ഹൗസിംഗ് ആൻഡ് സാനിറ്റേഷൻ വെയർ പ്രോബ്ലംസ്. അതിൻ്റെ ഫലമായിട്ട് ആളുകൾ അർബൻ ഏരിയാസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹൗസിംഗ്, വീടുകൾ ധാരാളമായിട്ട് വേണ്ടി വന്നു. അതുപോലെ തന്നെ സാനിറ്റേഷൻ, ശുചിത്വം സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാകാൻ തുടങ്ങി. ലിബറൽസ് ആൻഡ് റാഡിക്കൽസ് സെർച്ച്ഡ് ഫോർ സൊല്യൂഷൻ ടു ദീസ് ഇഷ്യൂസ്. ആ സമയത്താണ് ലിബറൽസും റാഡിക്കൽസും ഈ ഇഷ്യൂസ് എങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിച്ചിരുന്നത്. ആൾമോസ്റ്റ് all industries were the property of individuals. ആ കാലഘട്ടത്തിൽ വ്യക്തികളുടെ അധീനതയിലായിരുന്നു പ്രോപ്പർട്ടീസ്. സ്വത്തുക്കൾ ഓരോ വ്യക്തികളിലും കേന്ദ്രീകരിച്ചായിരുന്നു നിലകൊണ്ടിരുന്നത്. ലിബറൽസ് ആൻഡ് റാഡിക്കൽസ് themselves were often property owners and employed. ലിബറൽസ് ആൻഡ് റാഡിക്കൽസ് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെയായിരുന്നു പ്രോപ്പർട്ടി ഓണേഴ്സ്. അവർ സ്വത്തുക്കളുടെ ഉടമസ്ഥരായിരുന്നു. അതുപോലെ തന്നെ എംപ്ലോയേഴ്സ്, ജോലി ചെയ്യുന്നവരായിരുന്നു. ഹാവിംഗ് മെയ്ഡ് ദെയർ വെൽത്ത് ത്രൂ ട്രേഡ് ഓർ ഇൻഡസ്ട്രിയൽ വെഞ്ചേഴ്സ്, ദേ ഫെൽറ്റ് ദാറ്റ് സച്ച് എഫേർട്ട് ഷുഡ് ബി എൻകറേജ്ഡ്. അവർ ധനം സമ്പാദിച്ചിരുന്നത് ട്രേഡിലൂടെയായിരുന്നു, ഓർ ഇൻഡസ്ട്രിയൽ വെഞ്ചേഴ്സ്. ട്രേഡ് മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ദാറ്റ് ഈസ് നോൺ ആസ് ട്രേഡ്. സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് അവർ വെൽത്ത് സമ്പാദിച്ചിരുന്നത്. Such effort should be encouraged. അത്തരത്തിലുള്ള പരിശ്രമങ്ങളെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. That its benefits would be achieved if the workforce in the economy was healthy and the citizens were educated. The benefits would be achieved. നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ if the workforce in the economy was healthy. എക്കോണമിയിലെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്, സമ്പദ് വ്യവസ്ഥയുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം. ആൻഡ് സിറ്റിസൺസ് വെയർ എഡ്യൂക്കേറ്റഡ്. സിറ്റിസൺസ്, പൗരന്മാര് വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം. Opposed to the privileges the old aristocracy had by birth, they firmly believed in the value of individual effort, labor and enterprise. എന്നാൽ ലിബറൽസ് ആൻഡ് റാഡിക്കൽസ് opposed to privileges the old aristocracy. അക്കാലഘട്ടത്തിൽ സ്പെഷ്യൽ പ്രിവിലേജസ് ആയിരുന്നു ലോർഡ്സിനുണ്ടായിരുന്ന ഭൂപ്രഭുക്കന്മാർക്ക് പ്രത്യേക പ്രിവിലേജസ് ഉണ്ടായിരുന്നു. ആ പ്രിവിലേജസിനെല്ലാം ലിബറൽസ് ആൻഡ് റാഡിക്കൽസ് റിജക്റ്റ് ചെയ്തിരുന്നു, അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്ട്. ഓരോ വ്യക്തികളുടെ പരിശ്രമത്തെ അവർ എൻകറേജ് ചെയ്തിരുന്നു. ലേബർ ആൻഡ് എന്റർപ്രൈസ്, തൊഴിലാളികൾ അവരുടെ ഗ്രേറ്റ്നെസ്സിനെ അംഗീകരിച്ചിരുന്നു. If the freedom of individuals was ensured, if the poor would labor and those with capital could operate without restraint, they believed that if the freedom of individual was ensured,
ഇൻഡിവിജ്വലിന് ഫ്രീഡം, സ്വാതന്ത്ര്യം എൻഷുർ ചെയ്യുന്നു. ഇഫ് ദ പുവർ വുഡ് ലേബർ പുവർ ആയതുകൊണ്ട് ദോസ് വിത്ത് ക്യാപിറ്റൽ കുഡ് ഓപ്പറേറ്റ് വിത്തൗട്ട് റിസ്ട്രെയിൻ, അതായത് ക്യാപിറ്റൽ കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് തടസ്സമില്ലാതെ ഉണ്ടാകും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ദേ ബിലീവ്ഡ് ദാറ്റ് സൊസൈറ്റീസ് വുഡ് ഡെവലപ്പ്, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. മെനി വർക്കിംഗ് മെൻ ആൻഡ് വിമൻ who wanted changes in the world rallied around liberal and radical groups and parties in the early 19th century. Similarly, during the 19th century, some people behind liberal and radical groups. 19th century ആയപ്പോഴേക്കും യൂറോപ്പിലുള്ള കുറേ ആളുകൾ റാഡിക്കൽസിൻ്റെ ലിബറൽ ഗ്രൂപ്പ്സിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ആൻഡ് പാർട്ടീസ് പല പാർട്ടികൾ ഫോം ചെയ്യുകയും അവരെല്ലാം ലിബറൽസ് ആൻഡ് റാഡിക്കൽസിൻ്റെ ആശയങ്ങളോട് ഒത്തുപോവുകയും ചെയ്തു. സം നാഷണലിസ്റ്റ് liberals and the radicals wanted revolutions to put an end to the kind of government established in Europe in 1815. Some nationalist means a person who fervored in nationalism, a person who believe in nationalism. നാഷണലിസത്തിൽ വിശ്വസിക്കുന്നവരെയാണ് നാഷണലിസം എന്ന് പറയുന്നത്. What do you mean by nationalism? Nationalism means the feelings of oneness and unity among the people of a country. ഒരു രാജ്യത്തെ ആളുകളുടെ ഇടയിലുള്ള യൂണിറ്റി, ഐക്യം, ആൻഡ് വൺനെസ്, എല്ലാവരും ഒന്നാണെന്നുള്ള മനോഭാവം, അതിനെയാണ് നാഷണലിസം എന്ന് പറയുന്നത്. The feelings of oneness and unity among the people of a nation or patriotic feelings, desasneham, principles and policy of national independence, അതിനെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. The person who believe in nationalism is known as nationalist. The nationalists, liberals and the radicals wanted revolutions to put an end to kind of governments established in Europe in 1815. 1815 യൂറോപ്പിലുടലെത്തിയിട്ടുള്ള ഗവൺമെന്റ്, അതിനെ ഇല്ലാതാക്കാനായിട്ടാണ് നാഷണലിസ്റ്റ് ആയാലും ലിബറൽസ്, റാഡിക്കൽസ് ഇവരെല്ലാം മുന്നോട്ട് പോയിരുന്നത്. In France, Italy, Germany and Russia, they become revolutionaries and work to overthrow existing monarchs. എന്നാൽ ഫ്രാൻസിലെ, ഇറ്റലി, ജർമ്മനി, റഷ്യ ഇവിടെയുള്ള റെവല്യൂഷണറീസ്, who were revolutionaries, the people who participate in revolution, റവല്യൂഷനിൽ പങ്കെടുക്കുന്നവരെയാണ് റെവല്യൂഷണറീസ് എന്ന് പറയുന്നത്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ആൻഡ് റഷ്യ ഇവിടെയുള്ള റെവല്യൂഷണറീസ് and work to overthrow existing monarchs, നിലവിലുള്ള മൊണാക്സ്, രാജാക്കന്മാരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നു. നാഷണലിസ്റ്റ് talked of revolutions that would create nations. നാഷണലിസ്റ്റ് സംസാരിച്ചിരുന്നത് revolutions that would create nations, റവല്യൂഷനിലൂടെ നേഷൻസ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. where all citizens would have equal rights, എല്ലാ സിറ്റിസൺസിനും ഈക്വൽ റൈറ്റ്സ് ഉള്ള ഒരു നേഷനെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നവർ വിചാരിച്ചിരുന്നു. ആഫ്റ്റർ 1815, ഗസെപ്പി മാസിനി ആൻഡ് Italian nationalists conspired with others
to achieve this in Italy. ഇറ്റലിയിലെ നേഷൻ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഗസിപ്പി മാസിനി മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് പ്രവർത്തിക്കുകയും ഇറ്റലിയിലെ ഒരു നേഷൻ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. Okay, understand? In this topic, we discussed about what are the changes had been seen after the French Revolution. There are social and economic changes exist in Europe. The changes were new cities came up, new industrialized regions developed, railway expanded, and industrial revolution occurred. Industrialization brought men, women, and children to factories. Work hours were often long and the wages were poor. Unemployment was common, particularly during times of low demand for industrial goods. Housing and sanitation were problems since towns were growing rapidly. Liberals and radicals searched for solution to these issues. These are the changes occurred in Europe after the French Revolution. I hope you understood this concept. Read the text well. Next class we will continue. Thank you children. Thank you so much.